തൂതപ്പുഴയ്ക്ക് കുറുകെ പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച പുതിയ പാലം നാടിന് സമർപ്പിച്ചു. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് പാലത്തിന്റെ ഇരുഭാഗത്തുമുള്ള ജനങ്ങളുടെ സാന്നിധ്യത്തിൽ പി മമ്മിക്കുട്ടി പാലം ഉദ്ഘാടനം ചെയ്തു. സൗകര്യത്തിന് വേണ്ടി അത് തുറന്നു കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 4 മണിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോകുന്നു എന്ന് നമുക്ക് ഉച്ചക്കാണ് ഒരു വിവരം കിട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അന്ന് മുതൽ പെരുമാറ്റച്ചട്ടം ബാധകമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് ഇത് സാധാരണ പോലെ വിപുലമായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ഉദ്ഘാടനം നടത്തണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. മന്ത്രി തന്നെ നേരിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരിട്ട് വരാൻ കഴിയില്ലെങ്കിലും ഓൺലൈനായിട്ടുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഔദ്യോഗികമായി അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശമാണ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ട്. എന്നിരുന്നാലും 2 ദിവസം കിട്ടിയാൽ നമ്മൾ അങ്ങനെ വേണമെന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ അന്ന് രാവിലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വരാൻ പോകണു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പൊതു ചടങ്ങ് സംഘടിപ്പിക്കണം. ജനകീയമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആ ജനകീയമായ ഉദ്ഘാടനമാണ് നടക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ കേട്ടറിഞ്ഞ് ഇവിടെ വന്നത്. ഇതിന് വല്ലാത്ത രൂപത്തിലുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്ന് 364 കോടി രൂപ ചെലവിട്ടുള്ള മുണ്ടൂർ തൂത 4-വരി പാതയുടെ നിർമ്മാണ പ്രവർത്തികളിൽ ഉൾപ്പെടുത്തിയാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 10 മീറ്റർ വീതിയിലും 140 മീറ്റർ നീളത്തിലുമുള്ള പുതിയ പാലം യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പാലം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. 9 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ തൂതപ്പാലത്തിന് സമാന്തരമായി വീതി കൂടിയ പാലം വേണമെന്നത് ഏറെക്കാലമായി ഇരുഭാഗത്തുമുള്ള നിവാസികളുടെ ആവശ്യമായിരുന്നു. ഈ സ്വപ്നമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. പാലം ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നു നൽകുന്നതോടെ പാലക്കാട് നിന്ന് ചെർപ്പുളശ്ശേരി, തൂത, പെരിന്തൽമണ്ണ വഴി കോഴിക്കോട്ടേക്ക് 10 കിലോമീറ്ററിലേറെ ദൂരക്കുറവിൽ എളുപ്പത്തിലെത്താൻ കഴിയും. പഴയ പാലത്തിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം തുടരും. യോഗത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷ KT ജംസിയ അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ C ജയകൃഷ്ണൻ, നഗരസഭാ മുൻ അധ്യക്ഷൻ P രാമചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, M സിജു തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.